ഇന്നത്തെ നമ്മുടെ യാത്ര ബഹ്റൈനിലധികം ആരും പോവാത്ത എന്നാൽ ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. അങ്ങനെ ഒരു വീക്കെൻഡിൽ ഞങ്ങൾ ഏകദേശം ഒരു ഈവനിങ്ങോട് കൂടിയാണ് ഇറങ്ങിയത്. കാരണം ഇപ്പോൾ കുറച്ച് ചൂടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് പകലൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല. ഈവനിങ് ആയപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ ഉണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ പോകുന്ന ഒരു ബീച്ച് സൈഡിലേക്കാണ്. അപ്പോൾ സുരേഷേൻ്റെ ഫ്രണ്ട്സൊക്കെ ഇവിടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ലൊക്കേഷൻ വാങ്ങിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും അധികം ആൾക്കാരൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ, ഇവിടുത്തെ യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഒന്നും ഈ സ്ഥലം കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം കണ്ടിരുന്നെങ്കിൽ എന്തായാലും ഉറപ്പായിട്ട് അവർ ഈ ഒരു വ്യൂ ഒക്കെ എടുത്തിട്ട് തീർച്ചയായിട്ടും വീഡിയോ ഇട്ടേനെ. അപ്പം അധികം ആരും ഇട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ അമ്പലത്തിൻ്റെയൊക്കെ കൽപ്പടവുകളിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകത്തില്ലേ, അങ്ങനത്തെ ഒരു സെക്ഷൻ ഇവിടെയുണ്ട്. കടലിൻ്റെ തീരത്തായിട്ട് ഇങ്ങനെ പണിതിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പടവിലൂടെയൊക്കെ ഇറങ്ങിയൊക്കെ നടക്കുമ്പോഴത്തേക്ക് ശരിക്കും നമ്മൾ നാട്ടിലൊരു അമ്പലത്തിൽ പോയ ആ ഒരു ഫീലാണ് കേട്ടോ. പിന്നെ തൊട്ടടുത്ത് എയർപോർട്ട് ഉള്ളതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതും കൂടി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഹിദ്ദിലാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ഞാൻ ലൊക്കേഷൻ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. പോകാൻ താല്പര്യമുള്ളവർ എന്തായാലും പോയി നോക്കും. നല്ല വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര രസമായിട്ടുള്ളൊരു സ്ഥലമാണ്. കടലിൻ്റെ ഒരു തീരം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഈ കല്ലുണ്ടല്ലോ, പാറക്കല്ലുകൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ നടന്ന് അപ്പുറത്തെ ആ ഒരു സൈഡിലേക്ക് പോവുകയും ചെയ്യാം. കടലിൻ്റെ തൊട്ടടുത്ത് ഇരിക്കുന്ന ആ കാറ്റൊക്കെ കൊള്ളാനായിട്ട് നല്ലൊരു രസമായിരുന്നു. പിന്നെ ഇവിടെ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. കുറേ ബിൽഡിങ്ങുകളൊക്കെ പുതുതായിട്ട് വരുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു അമ്പലക്കുളം, നമ്മുടെ നാട്ടിലെ അമ്പലക്കുളം. ഞങ്ങളുടെ മിക്കവാറും വീക്കെൻഡ് ഔട്ടിങ്ങുകളൊക്കെ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവിടേക്ക് പോകുന്നതായിരിക്കും. കാരണം സുരേഷേട്ടൻ ഇങ്ങനെയുള്ള ബഹ്റൈനിൻ്റെ മുക്കും മൂലയൊക്കെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ഇങ്ങനെ പറയും, നമുക്ക് ഇന്ന സ്ഥലത്ത് പോകാം എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ പ്ലാൻ ചെയ്താണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഈ ഒരു പ്ലേസിനെ പറ്റി നമ്മൾ ഷോർട്സ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പലരും എനിക്ക് മെസ്സേജ് അയച്ചും വിളിച്ചും ഒക്കെ ചോദിച്ചു, നല്ല ഭംഗിയുണ്ടല്ലോ ഈ സ്ഥലം, എവിടെയാന്നൊക്കെ. അപ്പോൾ ഞാനോർത്ത് അങ്ങനെ ലോങ് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മൾ വീട്ടിൽ നിന്നൊരു എനിക്ക് തോന്നുന്ന ഒരു അരമണിക്കൂർ ട്രാവൽ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. അപ്പം ഒരു തവണ പോയാൽ എന്തായാലും വീണ്ടും ഒരിക്കൽ കൂടി പോകാനായിട്ട് നമുക്ക് ഇഷ്ടം തോന്നിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഒരു തിരക്കും വണ്ടികളുടെ തിരക്കോ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് നല്ല സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. നമ്മൾ ഈ അമ്പലത്തിൻ്റെയൊക്കെ ശരിക്കും ആ ഒരു ഫീല് തന്നെയാണ് കേട്ടോ. അമ്പലത്തിൻ്റെയൊക്കെ കൽപ്പടവിലൊക്കെ പോയി ഇരിക്കത്തില്ലേ, ആ ഒരു ഫീല് തന്നെയായിരുന്നു ആ സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിൽ തോന്നിയത്. ഇവിടെ ഇപ്പം സൈഡിലായിട്ട് കുറച്ച് കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. പുതിയ വീടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയുടെ എനിക്ക് തോന്നുന്നു 2 സൈഡിലായിട്ട് ഈ കൽപ്പടവുകൾ വന്നിട്ടുണ്ട്. പിന്നെ കടലിൻ്റെ തീരത്തായിട്ട് ഇതുപോലെ കല്ലിങ്ങനെ അടുക്കിയിട്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ബണ്ട് ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ കല്ല് അടുക്കിയിട്ടിരിക്കുകയാണ്. പക്ഷേ അതിനിടയ്ക്കായിട്ട് ഈ കുളം പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ അടുക്കിയിട്ടിരിക്കുന്ന കല്ലിൻ്റെ മുകളിലാണ്. വലിയ വലിയ പാറക്കല്ലുകളാണ്. അപ്പോൾ നമുക്കിങ്ങനെ എനിക്ക് ഇറങ്ങാനായിട്ട് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്നറിയാം, ഇതിൻ്റെ കൂടെ ഇഷ്ടംപോലെ ചെറിയ ചെറിയ ഞണ്ടുകൾ ഇങ്ങനെ ഓടി നടപ്പുണ്ട്. കൽപ്പടവുകളിൽ കൂടിയും ഞണ്ട് നടക്കുന്നുണ്ട്. നമ്മളെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ അനക്കം കേൾക്കുമ്പോൾ പെട്ടെന്ന് അത് മാറുന്നുണ്ടെങ്കിലും ഇതിനിടയ്ക്കെല്ലാം ഒരുപാട് ഞണ്ടുണ്ട് കേട്ടോ. നമ്മുടെ കഴിക്കുന്ന ആ ഒരു ടൈപ്പല്ല, ചെറിയ കറുത്ത ഞണ്ടുണ്ടല്ലോ, അതാണ് ഈ ഒരു ഏരിയയിലുള്ളത്. ഞാനിങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് സൂം ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ പെട്ടെന്ന് അങ്ങ് മാറുന്നുണ്ട് കേട്ടോ. ഈ ഒരു ആ കല്ലിനിടയ്ക്കുള്ള ചെറിയ ഹോളുകളില്ലേ, അതിനകത്തേക്ക് പെട്ടെന്ന് അങ്ങ് കയറി പോകുന്നുണ്ട്. ഭയങ്കര സൂക്ഷിച്ചാണ് ഞാൻ ഈ പാറകളുടെ ഇടയ്ക്കൂടെ സുരേഷിൻ്റെ കൈ പിടിച്ചിട്ടാണ് പോയത്. കാരണം എനിക്ക് പേടിയായിരുന്നു, നമ്മൾ സ്ലിപ്പായ എൻ്റെ ഫോണും പോക്കാം ഞാനും പോക്കാം. അതുകൊണ്ട് ഭയങ്കര ശ്രദ്ധിച്ചിട്ടാണ്. പക്ഷേ ആ കടലിൻ്റെ തീരത്തെത്തുമ്പോഴല്ലോ ഭയങ്കര രസമാണ്. എനിക്ക് എന്താണേലും ഇനി ഒരു പ്രാവശ്യം കൂടെ പോകണമെന്നുള്ള നല്ല ആഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചൂടൊക്കെ കുറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ കുറേ സമയം അവിടെ ഇരിക്കാനായിട്ട് പറ്റും. ഈ ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ കവർ ചെയ്തത് സുരേഷിയാണ് കേട്ടോ. നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ പാറയുടെ മുകളിലൊക്കെ നടന്നിട്ട് ഞാൻ നേരെ
കൽപ്പടവിലേക്ക് അവിടെ പോയിരുന്നു. ദൃശ്യനാണെങ്കിൽ സൈഡിൽ കൂടെ നടന്ന് മുകളിലോട്ടൊക്കെ കയറി. പിന്നെ നമുക്കിങ്ങനെ ഫുള്ള് കറങ്ങി വരാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കൂടി ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് വന്നത്. കുറച്ച് പ്രയാസമാണ്, കാരണം വലിയ വലിയ പാറക്കല്ലല്ലേ, നമ്മളൊന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ അതും പാടാണ്. അപ്പോൾ പേടിയില്ലാത്ത എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. എന്നെ അവിടെ ഇട്ട് ഇവർ രണ്ടുപേരും കൂടെ ട്രോളുന്നുണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ വലിയ പുലിയാണ്, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയാണെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ എന്നെ ട്രോളുന്നുണ്ടായിരുന്നു. ഈ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ആ അമ്പലക്കുളത്തിൽ ആ പടവിലിരിക്കുന്ന ആ ഒരു ഫീല് തന്നെയാണ് എനിക്ക് അവിടെ ഇരുന്നപ്പോൾ കിട്ടിയത് കേട്ടോ. ഈ ഞണ്ടിൻ്റെ വീഡിയോ ഒന്ന് എടുക്കാനായിട്ട് ഞാൻ കുറേ സമയം പുറകെ നടന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ചെറിയ ഞണ്ട്. ഈ ഒരു പരുവത്തിലുള്ള ഞണ്ടാണ് ഇവിടെ കംപ്ലീറ്റ് ഏരിയയിലുള്ളത്. കാലിലൊന്നും ഇറുക്കാതെ സൂക്ഷിച്ചാൽ മതി. പക്ഷേ നമ്മുടെ അനക്കം കേൾക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് അങ്ങ് മാറിക്കളയും കേട്ടോ. പിന്നെ ഈ കല്ലിൻ്റെ ഇടയ്ക്കെല്ലാം പോയി ഒളിക്കുകയാണ് അവരുടെ പ്രധാന പരിപാടി. ഇവിടുന്ന് ഞങ്ങൾ ചെറിയൊരു കാപ്പുകൂടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ തിരിച്ച് വണ്ടിയിലേക്ക് കയറിയത്. സന്ധ്യ ആയപ്പോഴാണ് കയറിയത് കേട്ടോ. കയറിയെങ്കിലും അവിടെ നിന്ന് പോരാനായിട്ടൊരു മനസ്സുണ്ടായിരുന്നില്ല. ഇപ്പം നല്ല പകൽ വെട്ടമുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇരുട്ടായപ്പോഴത്തേക്കും നമുക്ക് കടലിൻ്റെ തീരത്തൊക്കെയുള്ള കുറേ ലൈറ്റുകളൊക്കെ അവിടെ നിന്നുകൊണ്ട് തന്നെ കാണാനായിട്ടൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ സെയിം ഫ്ലൈറ്റുകളൊക്കെ ഒരുപാട് പോകുന്നുണ്ടായിരുന്നു. പോവുകയും വരികയൊക്കെ ചെയ്യുന്നത് നമുക്ക് അവിടെ നിന്നാൽ കാണാൻ പറ്റും. എയർപോർട്ട് തൊട്ടടുത്തായതുകൊണ്ട് ആ ഒരു കാഴ്ച കടലിൻ്റെ മേളിൽ കൂടി ഇങ്ങനെ ഫ്ലൈറ്റൊക്കെ പോകുന്നത് കാണാനൊരു ഭയങ്കര രസമാണ്. കൂട്ടത്തിൽ ആമിക്കുഞ്ഞ് അവിടെ ഇരുന്ന് ഞണ്ടിന് തീറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു നമുക്കത്. ഇരുട്ടാകുന്നതിന് മുമ്പ് നമ്മൾ കുറേ വീഡിയോസൊക്കെ എടുത്തു. ആമി ഞങ്ങൾക്ക് ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു തന്നു കേട്ടോ. പിന്നെ ഇരുട്ടിയതിന് ശേഷം നമ്മൾ നേരെ അവിടുന്ന് വണ്ടിയിൽ കയറി. എങ്കിലും നേരെ വീട്ടിലോട്ട് വന്നില്ല, ഞങ്ങളെ പോർട്ട് കാണിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ പോർട്ടിൻ്റെ സൈഡിലൂടെ എല്ലാം ഒന്ന് കറങ്ങിയിട്ടാണ് പിന്നെ തിരിച്ച് നേരെ വീട്ടിലേക്ക് വന്നത്. ഈ രാത്രി സമയത്ത് ഇങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലാണെങ്കിൽ നമ്മുടെ ഈ ബസ്സിലൊക്കെ പോകുന്ന അത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ആകുമ്പോഴത്തേക്കും നമുക്കത് പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ രാത്രിയിൽ ഇങ്ങനെ ഔട്ടിങ് കറക്കം എങ്ങും പോയില്ലെങ്കിൽ കൂടി വണ്ടിയിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ ചെറിയൊരു ദ്വീപ് പോലൊരു സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ നിറയെ ലൈറ്റൊക്കെ നിൽക്കുന്നത് കണ്ടു. അത് ആ ഒരു കാഴ്ച കൂടി കണ്ടിട്ടാണ് നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോയത്. എപ്പോഴും ഇങ്ങനെ വീടിനകത്ത് തന്നെ അടച്ചിരുന്ന് എന്താ പറയുക ഫുൾ നെഗറ്റിവിറ്റി ആയിട്ടിരിക്കുന്ന കുറേ അധികം ആൾക്കാരുണ്ട്.
അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോയി ഒന്ന് മൈൻഡ് റിലാക്സ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ കൂടി നമുക്ക് പുറത്ത് പോകാൻ ഇഷ്ടമില്ല, അതുകൊണ്ട് പോകണ്ട എന്നും പറഞ്ഞ് മാറിയിരിക്കുന്നവരും ഉണ്ട്. അങ്ങനെയല്ല, നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് ഇഷ്ടം പോകാൻ കാണാനും ഇഷ്ടമുണ്ടെങ്കിൽ അവരുടെ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് പുറത്ത് പോവുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സുരേഷേട്ടന് അതിനേക്കാളും ഇഷ്ടമാണ്, ആമിക്കും ഇഷ്ടമാണ് പുറത്ത് പോകാനായിട്ട്. നമ്മുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കുക. നമ്മളെപ്പോഴും ഇങ്ങനെ അടച്ച് മൂടി ഉറത്തിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ ആവശ്യമില്ലാത്ത ഒരുപാട് ചിന്തകളും കാര്യങ്ങളും, എന്താ പറയുക, ഫുൾ നെഗറ്റിവിറ്റി ആയിരിക്കും. അതാണ് കറക്റ്റ് വേർഡ്, ഫുൾ നെഗറ്റിവിറ്റി ആയിരിക്കും. കാണുന്നതെല്ലാം നെഗറ്റീവ് മൈൻഡോടെ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം വേണമെങ്കിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് പുറത്ത് പോയി ഒന്ന് റിലാക്സ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും നല്ല പോസിറ്റീവായിട്ടിരിക്കാം, നല്ല പ്ലസൻ്റ് ആയിട്ടിരിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.